what you knew. Restless every time we start locking eyes. Lost control. Oh, it's paradise with honesty, but I'm in the dead of the night. Let the darkness take control. Hello guys, welcome back to my channel. ഇനി ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം എന്തായിരിക്കുമെന്ന്. വേറെ ഒന്നുമല്ല, ഈ കൊറോണ കാലത്ത് നമ്മുടെ കൈകളൊക്കെ നന്നായി വാഷ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ സോപ്പ് ഉപയോഗിച്ചൊരു അടിപൊളി ഹാൻഡ് വാഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ 100 സബ്സ്ക്രൈബേഴ്സ് ആക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാലോ. നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ടാക്കുവാൻ വേണ്ടി ആദ്യമായി ആവശ്യമുള്ളത് ഒരു കട്ടിയുള്ള സോപ്പാണ്. ആ സോപ്പ് ഇട്ട് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ഗ്രൈൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ സാവകാശം ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം എല്ലാതും ഈ സോപ്പ് മൊത്തം ഇടാൻ നമുക്കൊരു 2 ലിറ്റർ സോപ്പിൻ്റെ ഹാൻഡ് വാഷെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എപ്പോഴും വലിയ സോപ്പായിരിക്കണം എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് സോപ്പ് കഴിയാനായിട്ടുണ്ട്. നിങ്ങൾ കട്ടിയുള്ള സോപ്പ് ഉപയോഗിച്ചാൽ നല്ല ഹാൻഡ് വാഷ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഞാനിത് മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല നൈസായി ചെറുതാക്കിയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സോപ്പ് 2 ലിറ്റർ വെള്ളമാണ് ഹാൻഡ് വാഷിന് ഉണ്ടാവുക. നമ്മൾ ആ ഗ്രൈൻഡ് ചെയ്ത് വെച്ച സോപ്പ് നേരെ ഈ തിളച്ച് നിൽക്കുന്ന വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് കാണുന്നില്ല, ഞാൻ സാവകാശമാണ് ഇട്ട് കൊടുക്കുക. ഒറ്റയടിക്ക് ഇടാൻ പാടില്ല. ഇങ്ങനെ മെല്ലെ സാവകാശം ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഞാൻ പറയുന്നില്ല 100 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടില്ലേ, ഞാനിപ്പോൾ ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ചു കഴിഞ്ഞു. Just to know what you knew. Restless every time we start locking eyes. Lost control. Oh, it's paradise with honesty, but I'm in the dead of the night. Let the darkness take control. ഇനി ഈ മിക്സ് ചെയ്ത ഈ സോപ്പിൻ്റെ ഈ വെള്ളത്തിലേക്ക് ഞാൻ 3 ടീസ്പൂൺ ഗ്ലിസറിനാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ 2 ടീസ്പൂൺ ഒഴിക്കുന്നതേ കാണിക്കുന്നുള്ളൂ. ശരിക്കും 3 ടീസ്പൂൺ ഒഴിച്ചാലേ നല്ല കട്ടിയായി കിട്ടുകയുള്ളൂ. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരുന്നു 3 ടീസ്പൂൺ ഗ്ലിസറിൻ ആക്കിയിരുന്നത്. അതുകൊണ്ടായിരുന്നു എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. 3 ടീസ്പൂൺ ഗ്ലിസറിനാണ് നിങ്ങൾ ഒഴിക്കേണ്ടത്. അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഒന്ന് സാവകാശം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അത് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇത് 2 മണിക്കൂറാണ് ഞാൻ റെസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. 2 hours later. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല തിക്കായ അടിപൊളി ഹാൻഡ് വാഷ്. ഈ ഹാൻഡ് വാഷ് നല്ല തിക്ക കണ്ടില്ലേ, നല്ല
തിക്കും നല്ല നല്ല ഹാൻഡ് വാഷാണ്. സന്തൂർ സോപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഹാൻഡ് വാഷാണ്. നമ്മൾ ഈ ഒരു 400 ml കുപ്പിക്ക് നമ്മൾ 60-80 രൂപ കൊടുത്ത് വാങ്ങുന്നത് 2 ലിറ്ററിന് നമുക്ക് വെറും 35 രൂപയുടെ സോപ്പ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ പലർക്കും ഈ ട്രിക്ക് ആർക്കും അറിയില്ല. പലർക്കും ഈ ട്രിക്ക് അറിയില്ല. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. 100% സക്സസ്ഫുൾ ആയിരിക്കണം, ഉറപ്പാണ്. ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സോപ്പിനെ കൊണ്ട് ഉണ്ടാക്കിയ ഹാൻഡ് വാഷിൻ്റെ തിക്നെസ് കണ്ടോ. നല്ല 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 സൂപ്പർ ഹാൻഡ് വാഷാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. നിങ്ങൾ ഒരിക്കലും അതൊന്നും ചെയ്യാൻ മറക്കരുത്. 100 സബ്സ്ക്രൈബേഴ്സ് ആക്കണം.